ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻഡ് ബൈ കമ്പനീസ് ആണ്. കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇനി പറയുന്നത്. അപ്പം നോക്കാം. കമ്പനീസ് ആക്ട് 2013 മേക്സ് ഇറ്റ് ഒബ്ലിഗേറ്ററി ഓൺ ദ പാർട്ട് ഓഫ് എവറി കമ്പനി ടു കീപ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം എന്താണ്, ഒരു കമ്പനിയുടെ ഒബ്ലിഗേഷൻ തന്നെയാണ് എന്ത്, അതിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 13 പ്രകാരം ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ട ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓൾ സം ഓഫ് മണി റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ബൈ ദ കമ്പനി. ഒരു കമ്പനി റിസീവ് ചെയ്യും അതുപോലെ തന്നെ ചിലവാക്കുകയും ചെയ്തിട്ടുള്ള, സ്വീകരിക്കുകയും ചിലവാക്കുകയും, റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ് ഓഫ് മണി, എല്ലാ ക്യാഷുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പണവുമായി മണിയുമായി ബന്ധപ്പെട്ട നമ്മൾ റിസീവ് ചെയ്യും എക്സ്പെൻഡ് ചെയ്യും ചെയ്ത ഡീറ്റെയിൽസ്. ദെൻ ഓൾ സെയിൽസ് ആൻഡ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ഓഫ് ദ കമ്പനി. കമ്പനി പർച്ചേസ്, അതായത് കമ്പനി ടോട്ടൽ സെയിൽസ് ആൻഡ് പർച്ചേസ്, അതായത് ഗുഡ് സെയിൽസ് അതുപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ദെൻ ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ മൊത്തം ആസ്തികളും ബാധ്യതകളും, ഓൾ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ്. ദെൻ ദ ഐറ്റംസ് ഓഫ് ദ കോസ്റ്റ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 148 പ്രകാരം, സെക്ഷൻ 148 പ്രകാരം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കോസ്റ്റ് റിലേറ്റഡ് ഐറ്റംസും എന്തായിരിക്കണം, അതിൻ്റെയും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒരു കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ നമുക്കിതിൽ പറയാനുള്ളത് കുറച്ച്, അതായത് ബുക്സ് പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ നമുക്ക് കുറച്ച് ലീഗൽ പ്രൊവിഷൻസ്, അതുപോലെ തന്നെ നമുക്കിതിൽ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബുക്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് ലീഗൽ പ്രൊവിഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് ലീഗൽ പ്രൊവിഷനാണ് ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത് ആ കമ്പനിയുടെ രജിസ്ട്രേർഡ് ഓഫീസിലാണ്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആർ ടു ബി കെപ്റ്റ് അറ്റ് ദ രജിസ്ട്രേർഡ് ഓഫീസ് ഓഫ് ദ കമ്പനി. അതുപോലെ തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് തീരുമാനിക്കാം വേണമെങ്കിൽ ബുക്സ് എവിടെ കീപ്പ് ചെയ്യാം എന്നുള്ളത്. വേറെ ഒരു പ്ലേസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ചൂസ് ചെയ്യാം. പക്ഷെ അതെന്താണ്, നമ്മൾ രജിസ്ട്രാർക്ക് മുന്നാകെ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു നോട്ടീസ് ഫയൽ ചെയ്തിട്ട് നമ്മൾ ആ അഡ്രസ്സൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം അങ്ങനെ ഒരു ബുക്സ് മെയിൻ്റനൻസ് വരുന്നത്. ദറ്റ് മീൻസ് ദ ബുക്സ് മേ ബി കെപ്റ്റ് അറ്റ് അതർ പ്ലേസ് ഇഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിസൈഡ്സ് സോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്ലേസ് ഓഫ് ബ്രാഞ്ച് ബുക്സ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിന് ബ്രാഞ്ച് ഓഫീസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം, കൃത്യമായിട്ട് പർട്ടിക്കുലർ ബ്രാഞ്ച് ഓഫീസിൽ ആ ഒരു ബ്രാഞ്ചിൻ്റെ ബുക്സ് എന്തായിരിക്കണം, കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. നമ്മളൊരു ബുക്സ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് അതിൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു ബിസിനസ്സിൻ്റെ കറക്റ്റ് അഫയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു നേച്ചർ എന്താണ്, കൃത്യമായിട്ട് എന്തായിരിക്കണം, അത് സത്യസന്ധമായിട്ടും ഫെയർ ആയിട്ടും അതെന്തായിരിക്കണം, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ട്രാൻസാക്ഷൻസ് എഫക്റ്റഡ് ബോത്ത് ദ രജിസ്ട്രേർഡ് ഓഫീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ്. അവിടെ നമ്മൾ ബ്രാഞ്ചും അതുപോലെ തന്നെ രജിസ്ട്രേർഡ് ഓഫീസുമായി എഫക്റ്റ് ചെയ്യുന്നില്ല ട്രാൻസാക്ഷൻസും എന്തായിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ബി പ്രിപ്പയർഡ് ഓൺ അക്രുവൽ ബേസിസ്. അതായത് അക്രുവൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത്. ദെൻ ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ അക്കൗണ്ട് എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അവിടെ ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ്, പോസിബിളാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അനദർ പ്രൊവിഷൻസ് ആണ് ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ്. എപ്പോഴും നമ്മളുടെ രജിസ്ട്രേർഡ് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ രജിസ്ട്രേർഡ് ഓഫീസിന് എന്തായിരിക്കണം, നമ്മളുടെ അക്കൗണ്ട്സ് എപ്പോഴും എന്തായിരിക്കണം, ഓപ്പൺ ആയിരിക്കണം.
അവർക്ക് എപ്പോഴും ഇൻസ്പെക്ഷൻ കണ്ടക്ട് ചെയ്യാനുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ കീപ്പിംഗ് ബുക്സ്. അവിടെ ബുക്സ് കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഒന്ന് മാനേജിങ് ഡയറക്ടർ, ദെൻ ഹോൾ ടൈം ഡയറക്ടർ ടു ചാർജ് ഓഫ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്യുന്ന ഹോൾ ടൈം ഡയറക്ടർ, and then chief financial officer, then any other person of company charged by the board with such duty. നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ആരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്കാണ് ഇത്രയും ഇൻഡിവിജ്വൽസിനാണ് അതിൻ്റെ ഒരു ബുക്ക് കീപ്പ് ചെയ്യാനുള്ള, ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ കീപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് 2 പ്രൊവിഷൻസ് ആണ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അതിൽ അതായത് നമ്മൾ ഏത് മോഡിലാണോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിക് മോഡിൽ നമ്മുടെ ബുക്സ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മീൻസ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്താ പറയുക, നമ്മൾ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സംരക്ഷിക്കുക, സൂക്ഷിച്ച് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്താണ്, നോട്ട് ലെസ് ദാൻ 8 ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എന്താണ് 8 ഇയേഴ്സിൽ കുറയാത്ത ഇയറിലുള്ള ബുക്സ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് എക്സിസ്റ്റ് ചെയ്തതിൻ്റെ ഒരു 8 വർഷത്തിൽ കുറയാത്ത പ്രീവിയസ് ഇയേഴ്സിലുള്ള ബുക്സ് എന്തായിരിക്കണം, നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ലീഗൽ പ്രൊവിഷൻസ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൂടിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ്. അണ്ടർ കമ്പനീസ് ആക്ട് 2013 ഓൾ കമ്പനീസ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ സർട്ടൻ ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. നമ്മുടെ കമ്പനീസ് ആക്ട് നിങ്ങളോട് മറന്നു പോകാൻ പാടില്ല. കമ്പനീസ് ആക്ട് ഏതാണ്? 2013 ആണ് ഇപ്പോൾ നിലവിലുള്ള കമ്പനീസ് ആക്ട് എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി താഴെ പറയുന്ന ബുക്സ് എല്ലാം എന്തായിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ പറയുന്നതാണ് മിനുട്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ്, then index of members and debenture holders, a register of directors, register of investors, register of contract, loan and guarantee, then register of annual return and books of accounts. The 3 സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആര് പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയുന്നത്, ഒരു കമ്പനി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മളുടെ കമ്പനിയെക്കുറിച്ചും അതുപോലെ കമ്പനിയുടെ ബുക്സ് മെയിൻ്റനൻസിനെ കുറിച്ചും മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഷെയർ, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന കോൺസെപ്റ്റാണ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൻ്റെ മേജർ എന്താണ് സോഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്. ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷെയറാണ്, ഷെയർ ക്യാപിറ്റലാണ്. ഓക്കെ, then അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.